അവിടെ ഫ്ലാറ്റിലെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉണക്ക ബ്രെഡും ചായയും കഴിക്കും. സത്യം പറഞ്ഞ ഈ പുട്ടും കടലയും തിന്നാൻ വേണ്ടി മാത്രം പ്ലെയിനിൽ കയറി ഇങ്ങി പോന്നാലെന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. നീ പോയ പിന്നെ ഞങ്ങൾ ഈ പ്രാതലിന്റെ കാര്യം ശ്രദ്ധിക്കാറില്ല. ഇവിടെ കുമാരേട്ടനാണെങ്കിൽ ബുൾസേ മതി. ശരിക്കു പറഞ്ഞ നീ പോയതോടെ ഈ വീട് ഉറങ്ങി. നിങ്ങളുടെയൊക്കെ കത്തുകളിലെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ടാ ഞാൻ അവിടെ 7 കൊല്ലം കടിച്ചു പിടിച്ചിരുന്നത്. മടുത്തുപോയി. എന്താ അവിടുത്തെ ചൂട്, എന്താ അവിടുത്തെ വരണ്ട കാറ്റ്. മുറിയിലൊക്കെ AC ഉണ്ടെന്ന് എഴുതിയിരുന്നല്ലോ. എന്ത് AC? അതൊക്കെ മുറിക്കകത്ത് പണിയെടുക്കുന്നവർക്കല്ലേ ഏട്ടത്തി. നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ വലിയൊരു ഗൾഫുകാരനാ. എന്നാ സത്യം പറയാം, ആദ്യത്തെ 2-3 കൊല്ലം കല്ല് ചുമക്കലായിരുന്നു അവിടെ എന്റെ ജോലി. അയ്യേ, ഇത് ഞങ്ങളോട് പറഞ്ഞതിരിക്കട്ടെ, പുറത്തൊരു മനുഷ്യരിതറിയരുത്. നാണക്കേടാ. നിങ്ങളെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ കത്തിൽ ഞാനതൊന്നും എഴുതാതിരുന്നത്. അത് നന്നായി. അറബികളുടെ ആട്ടും തുപ്പും നല്ലതുപോലെ സഹിച്ചു. വല്ലതും മിണ്ടാൻ പറ്റുമോ? മിണ്ടിയാൻ അടുത്ത പ്ലെയിനെ കയറ്റി ഇങ്ങനെ തിരിച്ചയക്കും. ഇത്രയധികം കഷ്ടമായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനിങ്ങി പോന്നുകൂടായിരുന്നു. അതെങ്ങനെ പോരും വല്യേട്ടത്തി? നമ്മുടെ ഈ വീട് പണയത്തിൽ, ചേട്ടന്മാർക്കാണെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ കുടുംബം ഒന്ന് കരപറ്റിയില്ലേ? വലിയൊരു ത്യാഗം തന്നെയാ നീ ചെയ്ത എന്റെ മുരളി. അതുകൊണ്ട് ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിയാമെന്നാ ഞാൻ വിചാരിക്കുന്നത്. നീ കാര്യമായിട്ടാണോ ഈ പറഞ്ഞത്? എന്താ? നീ കാര്യമായിട്ട് തന്നെയാണോ ഈ പറയണേന്ന്? അതെ വല്യേട്ടാ, എനിക്ക് അവിടെ മടുത്തു. കാലത്ത് എഴുന്നേറ്റാൽ എന്നും ഒരേ കാഴ്ച. നോക്കത്താ ദൂരം നീണ്ടു കിടക്കുന്ന എണ്ണപ്പാടങ്ങൾ, കാതടപ്പിക്കുന്ന യന്ത്രങ്ങളുടെ ശബ്ദം. തെങ്ങും തോപ്പില്ല, വാഴയില്ല, മരിച്ചീനിയില്ല, നെൽപ്പാടമില്ല. കണ്ണിന് കുളിർമയുള്ള യാതൊന്നും അവിടെ ഇല്ല. പനയില്ലേ? ഈന്തപ്പന. അതുകൊണ്ട് എന്താ കാര്യം ചേട്ടാ? ഇവിടെ ഉള്ളതൊന്നും അവിടെ ഇല്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അവിടെയുള്ളതൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇഷ്ടം പോലെ പെട്രോളും ഡീസലും, ഇഷ്ടം പോലെ ഒട്ടകങ്ങൾ. ഞാൻ പറഞ്ഞത് ചേട്ടന് മനസ്സിലായിട്ടില്ല. അന്നാട്ടില് വിഷു ഉണ്ടോ? വിഷുവിന് പടക്കം പൊട്ടിക്കലുണ്ടോ? അന്നാട്ടിൽ ഓണം ഉണ്ടോ? ഓണത്തിന് പൂ പറിക്കലുണ്ടോ? ഓ, അതാണോ കാര്യം? അങ്ങനെയാണ് നീ പോകുമ്പോ കുറച്ച് പൂവും പഴക്കവും ഒക്കെ പാക്ക് ചെയ്തെടുത്തോ. അത് ശരിയാ, കാര്യമൊക്കെ ശരി തന്നെ. എന്നാലും അനുജൻ ഗൾഫിലാണെന്ന് ആളുകളോട് പറയാൻ ഒരു ഗമയുണ്ടായിരുന്നു. ഇത്രയും കാലം പറഞ്ഞില്ലേ? ഇനി എന്തായാലും തിരിച്ചു പോകുന്നില്ല. NRI അക്കൗണ്ടിൽ കുറച്ച് രൂപയുണ്ട്. അതുകൊണ്ട് വല്ല ബിസിനസ്സും ചെയ്ത് ഇവിടെ തന്നെ കൂടാമെന്നാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ മുരളി? അതെ അല്ലേ? ആ, കുറെ കാലമായി ഞാനിത് ആലോചിക്കാൻ തുടങ്ങിയിട്ട്. മാത്രമല്ല, ഞാൻ സത്യം പറയാം, എന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു. അപ്പ പിന്നെ അതാ നല്ലത്. മുരളി, മുരളി, ഒരു കാര്യം പറയട്ടെ, വാ. ബിരിയാണി ഇവിടെ വെള്ളം കൊടുക്ക. മേശം തുറക്കണോ? മേശ കൊടുക്കണോ? രണ്ടാമത്തെ മേശപ്പുറത്ത് 2 ചായയാണ് കേട്ടോ. ഇരിക്കണം സാറേ. നീയായിരുന്നോ? ജോലി തിരക്കായ എനിക്ക് പിന്നെ കണ്ണ് കാണില്ല. കുമാരൻ എന്നെയും കൊണ്ട് എവിടേക്കാ പോയത്? ചെറിയേട്ടൻ വലിയ ആളായല്ലോ വല്യേട്ടാ. പാർട്ട്നേഴ്സ് ഒക്കെ മിട്ടുമിട്ടുക്കന്മാർ, ജുബേ സ്വർണ്ണ വളയൊക്കെ ഇട്ട്. ആ കാഴ്ചക്ക് കൊള്ളാം. ഞാനും അവരുടെ കൂടെ കൂടാമെന്ന് തീരുമാനിച്ചു. എന്ന് വെച്ചാൽ അബ്കാരി ബിസിനസ്സിൽ പാർട്ട്ണറാകാൻ തീരുമാനിച്ചോ? ആ, ചെറിയേട്ടനെല്ലാം നോക്കുമല്ലോ. എനിക്ക് റിസ്ക് ഇല്ല, പണം മാത്രം കൊടുത്താൽ മതി. സുഖം. നീ വന്നേ പറയട്ടെ. ഞാൻ നിന്റെ വലിയേട്ടനാണെന്നുള്ള വല്ല ബോധം നിനക്കുണ്ടോ? എന്താ വല്യേട്ടാ? ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ മൂത്ത ആളോടല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത്? അല്ല കുമാരേട്ടൻ. എന്ത് കുമാരേട്ടൻ? നിനക്ക് ദുബായി പോകാൻ വേണ്ടി ആ മൊയ്ത് ഹാജിയുടെ കയ്യും കാലും പിടിച്ച് 500 രൂപ ഞാൻ വാങ്ങി തന്നപ്പോ എവിടെയായിരുന്നു കുമാരേട്ടൻ? ദുബായി പോയത് ആ 500 രൂപ കൊണ്ടല്ല വല്യേട്ടാ. 500 കൊണ്ട് ബോംബെ വരെയാ പോയത്. ആ പോട്ടെ, കണക്കൊന്നും ഞാൻ പറയുന്നില്ല. നീ എന്താ കുമാരന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചത്? കള്ള് കച്ചവടം. കൊള്ളാം. എടാ, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതാണോ ആ കള്ള് കച്ചവടം? എന്റെ വല്യേട്ടാ, ഇന്ന് മന്ത്രിസഭയെ പോലും താങ്ങി നിർത്തുന്നത് ഈ അബ്കാരികളാണ്. മണ്ണാങ്കട്ട.
കാര്യം അവൻ എന്റെ അനിയൻ തന്നെ. പക്ഷേ അവനെ പറ്റി നിനക്കൊന്നും അറിയില്ല. തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് കടത്തി പോലീസ് പിടിച്ചു. കേസിൽ നിന്ന് ഊരാൻ വേണ്ടി അവനെ എത്ര ചെലവാക്കിയെന്നറിയൂ? നിനക്ക് അറിഞ്ഞൂടാ, ഈ കുമാരൻ ഒരു കള്ളക്കടത്തുകാരനാ. അയ്യോ, അവന്റെ കൂടെ കൂടിയ നീയും നാളെ ഇരുമ്പഴിയുന്നു. ഞാനതിനൊന്നുമില്ല. ആ ജുബിട്ട് കിടക്കുന്ന കോമാളികൾ പണി എന്താ നിനക്കറിയൂ? ഇല്ല. ഞാനായിട്ടൊന്നും പറയുന്നില്ല. അയ്യേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പറഞ്ഞില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്. അവിടെ അന്തസ്സായിട്ട് ഒരു AC റെസ്റ്റോറന്റ് തുടങ്ങാം. നീ ഒന്നും അറിയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ലാഭം മാത്രം മാസാമാസം വന്ന് വാങ്ങിച്ചോണ്ട് പോയാൽ മതി. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്റെ കയ്യില് ഉള്ളത് നീ തന്നാ മതി. എടാ, ഒരു AC റെസ്റ്റോറന്റിന്റെ മുതലാളി എന്ന് വെച്ചാ നാട്ടിൽ നല്ല അന്തസ്സാ. വലിയേട്ടനുള്ളപ്പോ എനിക്ക് എന്താ പേടിക്കാൻ? ഓക്കെ, AC റെസ്റ്റോറന്റ്. ആ, നിനക്കെന്താ കഴിക്കാൻ വേണ്ട? അല്ലെങ്കിൽ വേണ്ട, വീട്ടിൽ ചെന്ന് രുക്കുവിനോട് പറഞ്ഞ് നിനക്ക് ആവശ്യമുള്ള വാങ്ങിച്ചു കഴിക്കേ. ആ പിന്നെ ചെറിയ അടുത്തായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട. എന്തേ? അവളും കുമാരനെ പോലെ തന്നെ പോക്ക. മുഴുവൻ എനിക്ക് പലിശ അടക്കം ഇപ്പൊ കിട്ടണം. അമ്മാവനെന്ന് നിൽക്കുന്നത് ഇരിക്കാലോ? വേണ്ട, നീ എന്നെ ഇരുത്തണ്ട. വാങ്ങിയ പണം അന്തസ്സായിട്ട് തിരിച്ചു തന്നാ മതി, ഞാൻ പോയിക്കൊള്ളാം. കുറച്ച് പണം വാങ്ങിയതിന് പേരും പറഞ്ഞ് അമ്മാവൻ എന്നും ഇവിടെ വന്നിങ്ങനെ തുള്ളിയ നാട്ടുകാരുടെ മുമ്പിലും ഞങ്ങളുടെ മുമ്പിലും അമ്മാവന് ഒരു വിലയുണ്ടാവില്ല. അമ്മാവനൊരു അന്തസ്സേട് വരുന്നത് മരുമകനായ എനിക്കും കുറച്ചില്ല. ഒന്നുമില്ലെങ്കിലും അമ്മണിയെങ്കിലും ഞാൻ ഓർക്കണ്ടേ? ഒറ്റ തൊഴി അത്രയ്ക്ക് ഉശിരുണ്ടെങ്കിൽ നീ എന്റെ കുട്ടി ഒന്ന് തൊഴിക്കണം ശങ്കര. മുത്തശ്ശി, അമ്മാവൻ തൊഴിക്കട്ടെ. ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മണിക്കുട്ടിയുടെ അച്ഛനല്ലേ? ഒരു മരുമകൻ എന്റെ മോളുടെ ദേഹത്ത് മനസ്സ് വെച്ചിട്ടുള്ള വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, ശങ്കരൻകുട്ടി മേനെ ആരാണെന്ന് അപ്പ അറിയും. എന്താടാ പറഞ്ഞത്? നിന്റെ മോള് ബിക്ക് എങ്ങനെയാ തോറ്റത്? പരീക്ഷ പേപ്പറില് ചോദ്യത്തിന് ഉത്തരം എഴുതാതെ വേലായുധ കുട്ടി നിരത്തി അങ്ങോട്ട് എഴുതി വെച്ചിട്ടല്ലടാ തോറ്റത്. അത് സംഗതി നേരാ. അങ്ങനെ അവള് BAക്ക് രണ്ടാമതും തോറ്റത്. ഓഹോ, ഏട്ടൻ നിന്ന് പോണുണ്ടോ? പണം എങ്ങനെയെങ്കിലും തരാം, ഒന്നുമില്ലെങ്കിൽ ഈ വീട് വിറ്റിട്ടെങ്കിലും തരാം. അതിന് വിൽക്കണമെന്നില്ല, തരാനുള്ളത് കഴിച്ച് ബാക്കി പണം അങ്ങോട്ട് തരാം. വീടിന്റെ 3/4 ഭാഗവും ഇപ്പോഴും കടായിട്ട് എന്റെ തന്നെയാ. അത് പലിശയും തീർത്ത് ഇങ്ങോട്ട് തരുന്നു, അതോ ബാക്കിയുള്ളത് അങ്ങോട്ട് വാങ്ങി ഇവിടുന്ന് ഒഴിഞ്ഞു തരുന്നു? എന്താ എന്നെ സംഭവം? ഇവിടെ പ്രത്യേകിച്ചൊരു സംഭവമില്ല. താൻ നാളെ മുതൽ ഇവിടെ ചെത്താൻ വരണ്ട. ഈ വീടും പുരയോടും ഇനി എന്റെ കസ്റ്റഡിയിലാ. അത് തന്നെ സംഭവം. രണ്ടാമൊന്ന് ചിന്തിക്കണ്ട, ഉറപ്പിച്ചോ. 8 ഉറുപ്പിക്ക് മോറീസ് പോട്ട് അതിന്റെ ടയർ പോലും കിട്ടില്ല. മുജമ്മ സുഹൃത്തെന്ന് കരുതിയാ മതി. നാളെയോ മറ്റന്നാളോ അമ്മിണിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുറ്റത്തങ്ങനെ കിടക്കണം. അതൊരു അന്തസ്സല്ലേ? എന്റെ കമ്മീഷനാ പിന്നെ വന്ന് മേടിച്ചോളാം. സംഗതി ഏറ്റെന്ന് പറ. ഏറ്റു. ഏഴ് ഞാൻ സംഗതി ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ലോറി കയറി കൊട്ടയിൽ വാരി കൊടുന്ന വണ്ടിയാന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട്. അഡ്വാൻസ് മേടിച്ചോ. നർസ് ബുക്ക് എന്റെ കമ്മീഷൻ അവിടെ വന്ന് മേടിച്ചോളാം. വേഗം സ്ഥലം വിട്ടോ. ശരിയാ സ്ഥലം വിട്ടോ. സംഗതി എല്ലാം ഭംഗിയായിട്ടുണ്ട്. ആർസ് ബുക്ക് പിടിച്ചോളൂ. 2 കൈ കൊണ്ടും തരൂ. ഇതാ ഭഗവാനെ. വാസു, ആ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ. ആ ഓണം തിരിക്കി, 4 ആൾ കേക്കട്ടെ. ശരി അയച്ചോ. എന്താ അവന്റെ ഒരു കണ്ടീഷൻ? പോണ പോക്ക് കണ്ടില്ലേ, ശരം വിട്ട മാതിരി. ശങ്കരൻകുട്ടി മേനോൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. എന്തൊരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടില്ലോ. കേട്ടുവോ? ചതിച്ചു. അങ്ങനെ വണ്ടി ഇടിച്ചു. ഇത്രയും കാലം ഇതിൽ നടന്നിട്ടും അങ്ങനെ ഒരു മരം അവിടെ നിൽക്കണേ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തല്ലരുത്. എനിക്ക് ആ കടക്കവേ മണ്ണ്. കുട്ടപ്പ, അതിന്റെ പുറയിലുള്ള എല്ലാത്തിനും നോക്കണം കേട്ടോ. നിന്നെ അയക്കാത്തതിന് അമ്മ ഇന്നലെ എന്നോട് പരാതി പറഞ്ഞു. സാരില്ലാന്ന് ഞാനും പറഞ്ഞു. പഠിച്ചിട്ട് ഇപ്പൊ എന്താ കിട്ടുക? ഡിഗ്രി കിട്ടും, അത്രയല്ലേ ഉള്ളൂ. എന്തായാലും എനിക്ക് പ്രൈവറ്റായി പരീക്ഷ എഴുതണം. ഞാൻ പാസ്സാവും. വേലായുധം കുട്ടിയേട്ടൻ ക്ലാസ് എടുക്കുന്ന പ്രശ്നത്തിലല്ലേ അച്ഛനോട് അവിടെ പോണ്ടെന്ന് പറഞ്ഞത്. കുട്ടിയേട്ടൻ ആ ജോലി വേണ്ടാന്ന് വെച്ചു. എന്ന് വെച്ച് നീ രണ്ടാമത് ഇനി അവിടെ പോയി ചേർന്ന അവൻ ഇനിയും തിരിച്ചു വരില്ലെന്ന് ആര് കണ്ടു? അച്ഛൻ അത്രയ്ക്ക് വിഷമാണെങ്കിൽ ഇനി ഞാൻ അവിടെ പോകുന്നില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്.
ആരാ നേതാ മെന്നെ 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 എന്താ അമ്മണിക്കുട്ടി ഒന്നാട് മാറിക്കോളൂ, ഒരു സ്വകാര്യം പറയാനാ. ആ അവിടെ നിന്നോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് കൊല്ലും, ഇന്ന് കൊല്ലും ഞാൻ. അമ്പടാ, ഇതെന്താ പുഷ്പകവുമാനോ? ആകാശത്ത് ഇറങ്ങണില്ലല്ലോ. വാ 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 വാ, ഇത് ഞാനാ വിളിക്കണ. എന്നെ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. വാ. നല്ല കാലം ചാണകമാണല്ലോ. ഒന്നുകിൽ നീയേ അല്ലെങ്കിൽ ഞാൻ. ഒന്ന് നോക്കി നടന്നൂടോ. ഏത് പ്രാന്താശുപത്രി ഓടി വന്നെ മുഖത്ത് കണ്ണിലിടോ എനിക്ക്. സമയമില്ലല്ലോ. എന്തൊരു സ്പീഡാ പോ. ഒളിമ്പിക്സ് കോഴി വണ്ടി ഇപ്പൊ വന്ന് പോയിട്ടുണ്ടാവും. എവിടുന്ന്? ഇന്ത്യൻ വണ്ടിയെ പറ്റി മോള് തീരെ പരിഭ്രമിക്കണ്ട. അയ്യോ, മുണ്ടിൽ മുഴുവൻ ചളിയായല്ലോ. അച്ചോട്ടെ മുണ്ട് മാറ്റിട്ട് പോരാ. അയ്യോ, അതിനൊന്നും ഇനി നേരമില്ല. എന്നാൽ അങ്ങനെ തന്നെ. ഭാനുവെടുത്തേ, ഭാനുവെടുത്തേ, ഇതാ കോഴി എത്തിക്കഴിഞ്ഞു. കൊല്ലണതാരാ? ഓ, അത് ശരിയാണല്ലോ. ഞാനാണല്ലോ സ്ഥിരം കൊലപാതകി. ആ കത്തെടുക്കൂ, കത്തെടുക്കൂ, കത്തെടുക്കൂ. അമ്മേ, അച്ഛൻ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. ആ കോഴിയും കൊടുത്തേ. ഓ, ഇത് പിടിക്കൂ. ഒന്നും ചെയ്യില്ല, പിടിച്ചോളൂ. അച്ചോട്ടിങ് വാ. ഓ മോളെ, എന്റെ കൈ വിട്. എന്റെ മുണ്ട് മതി, മുണ്ടൊന്നും വേണ്ട. മുണ്ടില്ലാതെ ഇപ്പൊ തന്നെ നേരം എത്രയായി? നേരൊക്കെ എത്രങ്കിലും ആയിക്കോട്ടെ. സാധാരണ അതൊക്കെ പതിവാ. ഓ രാഘവേട്ടനാ, ഇന്നെന്താണോ വണ്ടി സമയത്തെത്തി? ഏതായാലും സ്റ്റേഷനിൽ പോലെ കഴിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ആരും കാണാൻ അച്ഛൻ എന്തുമാത്രം ഓ, സങ്കടപ്പെട്ടു. പിന്നെ മൂപ്പർക്ക് എന്താ സ്വന്തം വീട്ടിൽ വഴിയറിയില്ലേ? അമ്മേതാ അച്ഛൻ വന്നു. അച്ഛാ, രാവിലെ മുതൽ ഞാൻ ഇറങ്ങി നിൽക്കാം. ഈ അച്ചോട്ടം കാരണം സ്റ്റേഷനില്. അയ്യോ, ഞാൻ കാരണല്ല, കോഴി കാരണം. ഞാൻ അവരൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഞാൻ കോഴി. നീ കോഴിയോ? അയ്യോ, ഞാൻ കോഴിയല്ല, ഭാനുവെടുത്തി. കോഴി വേണമെന്ന് പറഞ്ഞു. അതിന്റെ പിന്നാലെ ഓട്ടം ചാട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് കൊണ്ട് കൊടുത്തുള്ളൂ. എന്റെ കടിതം കിട്ടില്ലായിരുന്നു പാനു? കടിതവോ? കത്ത് ഒക്കെ കിട്ടി. ആ, അത് ഇങ്ങോട്ട് വിട്ടാ മതി. രാഘവട്ടം പൊട്ട് വിശ്രമിക്കും. സൂക്ഷിക്കണം കേട്ടോ. ഞാൻ സൂക്ഷിച്ചോളാം. നീ സൂക്ഷിക്കുന്ന കാര്യമല്ല, ഇതിനകത്ത് പൊട്ടുന്ന സാധനം ഉണ്ടത് പൊട്ടാതെ സൂക്ഷിക്കണം. ഓ, ഞാൻ സൂക്ഷിച്ചോളാം. ആ, മോളുവാ, മോളുവാ, മോളുവാ. വെരി ഹെവി വെയിറ്റ്. ഒന്ന് സഹായിക്കും. മോളെ, കുറച്ച് മല്ലിയിലേയും വെളുത്തുള്ളിയും കൂടി അരച്ചോളൂ. അയ്യേ, അതൊക്കെ ചേർത്ത് വൃത്തിയേടാക്കണോ അമ്മേ? അച്ഛൻ അതൊക്കെ ഇഷ്ടാകുന്ന വെച്ചാ എന്താ ചെയ്യാ? അരച്ചിട്ട് ഈ ഉള്ളിയും കൂടി ഒരിച്ചു വെച്ചോളൂ. ഹായ്, എന്താ അച്ചു ഇത്? കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയിരുന്ന് ചെയ്തൂടെ? തൂവലെല്ലാം കിണറ്റിലല്ലേ വീഴുക? അത് ശരി, തൂവല് കിണറ്റിൽ വിടാതെ സൂക്ഷിക്കാനുള്ള ബുദ്ധിയും കൂടി എനിക്കില്ല. അച്ഛേ വാ, നമുക്ക് പോവാം. എങ്ങടാ? വണ്ടിയിൽ ഇരുന്നപ്പം വിചാരിച്ച എത്തിയ ഉടനെ ആ കോരപ്പുറത്തെ കുളത്തിലത് മുങ്ങി കുളിക്കണം. അവിടെ ഈ കുഴായി തണ്ണിലല്ലേ കുളി. ക്ലോറിന്റെ മണം വേറെ. മുനിച്ചാമി ഉണ്ടെ നല്ല വെള്ളം കിട്ടും. അതാരായി മുനിച്ചാമി? ഓട്ടറാ. ഓ, എന്തൊരു സ്നേഹമുള്ളവനാണെന്നറിയോ. ഞാൻ എന്റെ വലുതേ നീട്ടി അവനറിയാം എന്തിനാണെന്ന്. ഇടതേ നീട്ടിയാലും അവന് സംഗതി പിടികിട്ടും. കൈയൊന്നും നീട്ടിയില്ലെങ്കിൽ വെറുതെ നിൽക്കായിരിക്കും. വയസ്സുകാലത്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ച് പനി പിടിപ്പിക്കണ്ട കേട്ടോ. പാനു, നീ പറഞ്ഞു പറഞ്ഞ എന്നെ കളവനാക്കരുത് കേട്ടോ. വളരെ എവിടേക്കാ? കുളിക്കാൻ. ഓ, പറഞ്ഞ മാതിരി. അച്ചു, കോഴി രാവിലെ തൊട്ട് നിന്റെ പിന്നാലെ നടക്കണതാ. അവിടെ കിടക്ക്. കണ്ടോ? ഒരു കീറിയാൻ തിന്നു.